KM ഷാജഹാൻ ഇന്നിപ്പോൾ കൂടുതൽ ഡെവലപ്മെന്റുകളൊന്നും ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലതല്ലി പൊട്ടിച്ചിട്ടുണ്ട് പോലീസ്. പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് പറയുന്നുമുണ്ട്. പക്ഷേ ഇന്നും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും തെളിവുകൾ, ഇത്രയും പരാതികൾ, ഇത്രയും ആരോപണങ്ങൾ ഒരു ഭരണപക്ഷ MLA തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടും അത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ADGP ആയി MR അജിത് കുമാർ ആ പദവിയിൽ ഇരിക്കുന്നത് എന്ന ചോദ്യം. ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശിക്കും സ്ഥാനചലനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ തലതല്ലി പൊട്ടിക്കലാണോ അതിനുള്ള ഉത്തരം? മഞ്ജുഷ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ADGP അജിത് കുമാറിനെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയോ പിണറായി വിജയന് തുടർന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിണറായി വിജയൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നവരാണ് ഇവർ രണ്ടുപേരും. നമ്മളിപ്പോൾ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGPയെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ടൊരു വർഷത്തിന് മുമ്പ് ഷാജ് കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരനെ ഈ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ആര് പറഞ്ഞു വിട്ടു? ഈ ADGP അജിത് കുമാർ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് ഷാജ് കിരണിനെ പറഞ്ഞു വിട്ടു. ഷാജ് കിരണിനെ പറഞ്ഞു വിട്ടത് എന്തിനാണ്? മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന ആരോപണമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ഈ MR അജിത് കുമാർ ഷാജ് കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണത്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജിലൻസ് എന്ന് പറഞ്ഞാൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, അതാണ് വിജിലൻസ്. ആ വിജിലൻസിൻ്റെ ഡയറക്ടർ മുഖ്യമന്ത്രിക്കെതിരെ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ അതിൽ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വനിതയുടെ മുമ്പിലേക്ക് ഒരു ഇടനിലക്കാരനെ പറഞ്ഞു വിടുന്നു. ഇത് 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ ഇടനിലക്കാരൻ സ്വപ്ന സുരേഷിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം 2 ഡസൻ തവണ ഈ MR അജിത് കുമാർ ഈ ഇടനിലക്കാരനെ വിളിക്കുകയാണ്. അത് ചോദിക്ക്, ഇത് ചോദിക്ക്, അങ്ങനെ ചോദിക്ക്, ഇങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്. മനസ്സിലായോ? എന്ന് മാത്രമല്ല, അന്ന് സ്വപ്ന സുരേഷിൻ്റെ കൂടെ ജീവിച്ചിരുന്ന സരിത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുപ്രതിയെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് അവിടുന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയി. ആര്? ഈ MR അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിൽ ഫോൺ വരെ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇത് ചെയ്ത ആളാണ് MR അജിത് കുമാർ. അതൊന്ന്. 2, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ PV അൻവർ ഒരു പോലീസുകാരൻ്റെ ഒരു ഓഡിയോ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരുന്നു. ആ ഓഡിയോ ഫോൺ സംഭാഷണമൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു പോലീസുകാരൻ അതിനകത്ത് പറയുന്നത് എന്താണ്? കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ നിയന്ത്രണം അജിത് സാറിനാണെന്നാണ് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ദുബായിലെ ഹോൾസെയിൽ ആ പോലീസുകാരൻ പറയുകയാണ്, ദുബായിലെ ഹോൾസെയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാൽ ആ വിവരം അപ്പോൾ തന്നെ അജിത് സാറിൻ്റെ സംഘം അറിയും. എങ്ങനെയുണ്ട് നിങ്ങൾ? കേരളത്തിലെ ADGP ലോ ആൻഡ് ഓർഡറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു പോലീസുകാരൻ PV അൻവറിന് കൊടുത്തിട്ടുള്ള ഓഡിയോ സന്ദേശത്തിൽ പറയുന്ന കാര്യമാണിത്. എന്ന് മാത്രമല്ല, ഇയാളുടെ സുജിത് ദാസിൻ്റെ കൂടെയുള്ള ആളുകൾ കരിപ്പൂർ എയർപോർട്ടിലിരുന്ന് സ്വർണ്ണം സ്കാൻ ചെയ്യുമ്പോൾ സ്വർണം കാണും. അവർ പിടിക്കില്ല. അവർ ആ വിവരം പുറത്ത് സുജിത് ദാസിന് കൊടുക്കും. സുജിത് ദാസ് പുറത്തുനിന്ന് അത് പിടിക്കും. അത് ADGP അജിത് കുമാറിൻ്റെ സംഘമാണ് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഓഡിയോ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അവസാനം അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഫോൺ ചോർത്തൽ. അതിന് പ്രത്യേക സംഘമുണ്ട് ADGP അജിത് കുമാറിന്. അയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അയാൾ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിച്ചു. 2-ാം തീയതി വൈകിട്ട് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്യാസാധാരണമായൊരു പ്രഖ്യാപനം നടത്തിയത്. എന്താ പ്രഖ്യാപിച്ചത്? DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും, പുഴുക്കുത്തുകളെ അനുവദിക്കില്ല, തെറ്റുകൾ ചെയ്യുന്നവർ തിക്തഫലം അനുഭവിക്കും എന്ന് ഒരു കേരള മുഖ്യമന്ത്രി ഒരു പരസ്യ പ്രഖ്യാപനം 2-ാം തീയതി നടത്തി. 2-ാം തീയതി വൈകിട്ട്
അന്ന് രാത്രി എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അന്ന് രാത്രി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്താ ചർച്ച ചെയ്തത്? പിന്നെ ഇയാളെ ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ എച്ച് വെങ്കടേശോ അല്ലെങ്കിൽ ബൽറാം കുമാർ ഉപാധ്യായോ വരാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നല്ലോ. ഒരു ചുക്കും സംഭവിച്ചില്ല. ഞാൻ പറയുന്നു, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മകളുടെയും പല ഓഡിയോ ഫയൽസും അന്ന് രാത്രി ഈ ADGP അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേൾപ്പിച്ചു എന്നുള്ള വിവരമാണ് എനിക്കുള്ളിൽ നിന്ന് കിട്ടുന്നത്. ശരി ശരി ഷാജഹാൻ, അത് താങ്കൾക്ക് കിട്ടിയ വിവരമാണ്. പക്ഷേ ഈ ഞാൻ ബൽദേവിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്